നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്താൻ സഹായിക്കുന്ന 20 പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അവരുടെ യഥാർത്ഥ ക്യാരക്ടർ, യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരല്പം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, എങ്കിലും നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഹലോ മൈ ഡിയർ ബിസിനസ് എൻ്റർപ്രണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ആക്റ്റീവ് ലിസണിങ്, അതായത് ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിന് നമ്മൾ ആ കസ്റ്റമറെ ഏറ്റവും നന്നായിട്ട് അവരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലുപരി കസ്റ്റമർ എന്താണ് പറയുന്നത്, അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇത്യാദി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ക്യാരക്ടറും ബിഹേവിയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൂല്യങ്ങളിൽ നിന്നും നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് ക്യാരക്ടർ. ക്യാരക്ടർ ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. ക്യാരക്ടർ മാറണമെങ്കിൽ അത്രയും ശക്തമായ സെൽഫ് അവെയർനെസ് ഒക്കെ കിട്ടുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് അയാളുടെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. പക്ഷെ പെരുമാറ്റം അത് ട്രെയിൻഡാണ്. ബിഹേവിയർ അത് പരിശീലിച്ചെടുക്കാൻ പറ്റും. സെയിൽസിലൊക്കെ ആളുകൾ നമ്മൾ എത്ര ടെൻഷനിലാണെങ്കിലും സെയിൽസ്മാനൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത് ട്രെയിൻഡ് ബിഹേവിയറാണ്. സോ ഇവിടെ ഈ ട്രെയിൻഡ് ബിഹേവിയറിൽ നിന്നും മാറി നമുക്ക് അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലാക്കാൻ, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ആവാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ നമുക്കത് ഉപകാരപ്പെടും. സോ അവിടെയാണ് ലിസൺ കെയർഫുള്ളി എന്നുള്ളത്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അനലൈസ് ദെയർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുസ്തകമുണ്ട്, QBQ എന്നാണ് അതിൻ്റെ പേര്. ജോൺ ജി മില്ലർ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ക്വസ്റ്റ്യൻ ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻസ്. ഓരോരുത്തരും ഒരു ചോദ്യങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പുറകിൽ അയാളുടെ മറ്റൊരു ചിന്തയുണ്ടാവും. ആ ചിന്തയിലേക്ക് എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് യഥാർത്ഥ ചോദ്യത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് ആയിക്കൊള്ളം എന്നില്ല അയാളുടെ പുറകിലുള്ള ചിന്തകൾ. അത് കണ്ടെത്തുന്നത് എങ്ങനെയെന്നാണ്. അതായത് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ കസ്റ്റമർ വിലയെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള എഫേർട്ട് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചിട്ടാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അവരുടെ ചോദ്യങ്ങളെ, അതുപോലെ അവരുടെ പഴയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് അവർ കൃത്യമായിട്ടുള്ള ഇമോഷൻസും അതുപോലെ അവരുടെ ഫീലിങ്സും ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നിങ്ങളോട് പെരുമാറുന്ന പോലെ തന്നെയാണോ നിങ്ങളുടെ സ്റ്റാഫിനോട്, നിങ്ങളുടെ ജീവനക്കാരോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വ്യത്യാസം, നിങ്ങൾ പല കസ്റ്റമേഴ്സിലും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. നിങ്ങളോട് പെരുമാറുന്ന പോലെ അതേ നിലവാരത്തിലും ആയിരിക്കില്ല നിങ്ങളുടെ സ്റ്റാഫിനോട് ഈ വരുന്ന കസ്റ്റമർ പെരുമാറുന്നത്. അതായത് സമ്പത്തുള്ള ആളുകളെ, റിച്ചായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഒരു പെരുമാറ്റവും, പാവപ്പെട്ടവരോട് വേറൊരു പെരുമാറ്റവും, പിച്ചക്കാരോട് വേറൊരു പുച്ഛ മനോഭാവമൊക്കെയാണ് വെച്ച് പുലർത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് എത്താൻ അത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഒരാൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രശ്നത്തിനോട് റിയാക്ട് ചെയ്യാൻ പറ്റും, റെസ്പോൺസ് ചെയ്യാനും പറ്റും. റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ചിട്ട് അതിൻ്റെ ഒരു സൈക്കോളജിയും അത് ബിസിനസ്സിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, RR എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ RR എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് എന്ത് ചെയ്യാം, അതിൽ എഫേർട്ട് എടുത്തിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ പറയാൻ കാര്യം, ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ് ഉണ്ട്, ഞാൻ അതിൽ വളരെയധികം തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ ഇതെനിക്കൊരു പാഷൻ ആയതുകൊണ്ടാണ് ഇതും ട്രെയിനിങ്ങൊക്കെ ഞാൻ വല്ലപ്പോഴും സമയം കണ്ടെത്തിയിട്ട് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത്. സോ ആവശ്യക്കാരനുണ്ടെങ്കിൽ മാത്രം എഫേർട്ട് ഇട്ടാൽ മതിയല്ലോ. സോ RR എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞാൻ അതേക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. സോ ഒരു ഉദാഹരണം പറയാം. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്, നിങ്ങളൊരു കസ്റ്റമർ ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലേക്ക് സപ്ലയർ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരല്പം കറി ആയാൽ അയാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഹോട്ടലിലോ കണ്ടില്ല, ചില ആളുകൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ബസ്സിൽ നിന്നൊക്കെ അറിയാതെ ആരെങ്കിലും അവരുടെ കാലിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ അവരാകെ ഷൗട്ട് ചെയ്ത് ബഹളം വെച്ച് അലമ്പാക്കി കളയുന്നത് കാണാം. അതവരുടെ യഥാർത്ഥ ക്യാരക്ടറാണ്.
സോ ഇത് നമ്മളിതിൻ്റെ മുൻവിധിയോടെ കാണാൻ പാടില്ല. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പകുതി കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനെക്കുറിച്ചിട്ട് ചില തെറ്റിദ്ധാരണകൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. മറ്റൊന്നുള്ളത്, ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത്, ഇൻഅറ്റൻറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഷോപ്പിലാണ്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ തിരക്കിലാണ്, നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സെയിൽസ്മാൻമാർ തിരക്കിലാണ്. അപ്പോൾ അവരെ നിങ്ങളെ കാത്തിരിക്കേണ്ടി വരികയാണ് നിങ്ങളിലേക്ക് എത്താൻ. ആ സമയത്ത് അവർ എന്താണ് ബിഹേവ് ചെയ്യുന്നത്? ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ആംഗ്രി കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ടോ? അതോ ക്ഷമയോട് കൂടിയിട്ട് ശാന്തമായിട്ട് കാത്തിരിക്കുകയാണ്? ഇങ്ങനെയൊക്കെ, അതായത് ആളുകൾ ശ്രദ്ധിക്കാനില്ലാത്തപ്പോൾ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ അവർ ഒബ്സർവ് ചെയ്യപ്പെടാത്ത സമയങ്ങളിലും അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ചുറ്റും ആളില്ലാത്ത സമയത്തുള്ള അവരുടെ ഒരു പെരുമാറ്റം, അത് യഥാർത്ഥ ക്യാരക്ടറിനെ ആയിരിക്കും അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, അവർ സുഹൃത്തുക്കളോട്, കുടുംബാംഗങ്ങളോട്, അതായത് ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, അച്ഛനമ്മമാരോടൊക്കെ ഉള്ള ഒരു പെരുമാറ്റം, അത് മിക്കവാറും ക്യാരക്ടറിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. പലരെയും നമുക്കറിയാം, വീട്ടിൽ കയറി അവർ മഹാ അലമ്പായിരിക്കും. അതവരുടെ റിയൽ ക്യാരക്ടറാണ്. സോ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ ഫാമിലിയിലുള്ള അവരുടെ ഒരു ബിഹേവിയേഴ്സും കുടുംബക്കാരോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ അടുത്ത് അവർ സ്വാതന്ത്ര്യം കാണിക്കുന്ന രീതി, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവർ പെരുമാറുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുടെ ബിഹേവിയറിൽ നിന്നും മാറിയിട്ട് ആളുടെ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നല്ലത് ചീത്ത എന്നൊരു സംഭവം ഇതിനകത്തില്ല. അതിന് വിശദമായിട്ട് ലാസ്റ്റ് പറയും. മറ്റൊന്നുള്ളത്, വാല്യൂസിനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു വേർഡിങ്സ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മൂല്യങ്ങളെ കുറിച്ചിട്ട്, ഇപ്പോൾ നമ്മളൊരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു വിലയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ക്വാളിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് അതില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ വേർഡിങ്സ് എന്ന് പറയുന്നത്, ദിസ് ഇസ് ലൈക്ക് ചീറ്റിംഗ്, ഓവർ പ്രൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾ തട്ടിപ്പാണ്, അതല്ലെങ്കിൽ ബ്ലേഡ് റേറ്റ് ആണ്, കത്തി വിലയാണല്ലോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വാക്കുകളായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. സോ അവരുടെ വാല്യൂ വേർഡിങ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒരു ക്യാരക്ടറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. നിസ്സാര കാര്യങ്ങൾക്ക് വാക്ക് തെറ്റിക്കുന്ന ഒരാൾ വലിയ കാര്യങ്ങൾക്കും വാക്ക് തെറ്റിക്കാൻ അയാൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സോ വാക്ക് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ഒരു റിയൽ ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെയാണ് നോയോടുള്ള അയാളുടെ ഒരു റെസ്പോൺസ്. നമ്മൾ നോ പറയുന്ന സമയത്ത് അയാൾ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു ഡിസ്കൗണ്ട് ചോദിച്ചു, നമ്മളോട് ഒരു പ്രൊഡക്റ്റിലോ ഒരു സർവീസിലോ ഡിസ്കൗണ്ട് ചോദിച്ചു, നമുക്കറിയാലോ, നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് അതിൻ്റേതായ രീതിയിൽ നോ പറയുന്ന സമയത്ത് അതിനോട് പുള്ളി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പുള്ളി അത് കാഷ്വലായിട്ട് എടുക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അമർഷം കാണിക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടോ, ഇത്യാദി കാര്യങ്ങളൊക്കെ. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, റിജക്ഷനെ ഈ വ്യക്തി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളിടത്ത് നമുക്ക് അയാളുടെ യഥാർത്ഥ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെ അയാൾ നന്ദി പറയാൻ മടി കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഡു ഷോ ദ ഗ്രാറ്റിറ്റ്യൂഡ്, അവർ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി പറയുന്നുണ്ടോ? പലർക്കും അതൊരു മടിയായിരിക്കും. അവരുടെ റിയൽ ക്യാരക്ടറിൽ എത്ര നല്ല സർവീസ് കിട്ടിയാലും അവർക്ക് എന്തുണ്ടാവും? നന്ദി പറയാൻ ഒരു മടി കാണുമായിരിക്കും. നമ്മൾ ബിസിനസ്സുകാരെല്ലായ്പ്പോഴും എന്താണ് ശ്രദ്ധിക്കുക? സംതിങ് ടു ഡു എക്സ്ട്രാ. കസ്റ്റമർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിട്ട് എക്സ്ട്രാ വാല്യൂ അവരുടെ ലൈഫിൽ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാ എൻ്റർപ്രനേഴ്സിൻ്റെയും ഒരു മോട്ടോ ആണല്ലോ. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? നന്ദി പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്നുള്ളത്, അവർ പണം നൽകുന്ന രീതിയാണ്. അവർ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൺ ടൈമിലാണോ പേയ്മെൻറ്റ്, ബിൽ ടു ബില്ലൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളാണോ, അതോ നിരന്തരം അവധികൾ പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്ന ആളുകളാണോ, അവധികൾ തെറ്റിക്കുന്നുണ്ടോ, പണത്തിനോടുള്ള അവരുടെ പേയ്മെൻറ്റിനോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, പണം ചോദിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനോട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അവരുടെ റിയാക്ഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം കൈകാര്യം ചെയ്യുന്ന രീതി, പണത്തോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ആളുകളുടെ റിയൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റും.
സിബിൽ സ്കോർ നോക്കിയാൽ തന്നെ നമുക്ക് ആളുടെ ഒരു ഏകദേശം ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. ഒരാളുടെ സിബിൽ സ്കോർ നോക്കിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ നോക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, ഞാൻ ചുരുക്കാം. അവോയ്ഡ് എന്താ പറയുക, പ്രജൂഡിയസ് ആയിട്ടുള്ള മുൻധാരണകൾ. നമ്മളൊരു ഒരു ഒരു മുൻവിധിയോട് കൂടിയിട്ട് എന്ത് ചെയ്യരുത്, ഒരാളെ സമീപിക്കരുത്. പ്രജൂഡിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു തവണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളുടെ ക്യാരക്ടർ മോശമാണെന്ന് നിങ്ങൾ വിധിക്കരുത്. അത് നിങ്ങളുടെ ബിസിനസ്സിന് ഒരിക്കലും നല്ലതല്ല. ലുക്ക് ഫോർ ദ കൺസിസ്റ്റൻസി. പല പ്രശ്നങ്ങളിലും പല സന്ദർഭങ്ങളിലും ആളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പല പല അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒറ്റ സംഭവം കൊണ്ട് നിങ്ങൾ ആളെ വിധിക്കാൻ മെനക്കെടരുത്. ജഡ്ജ്മെൻ്റൽ ആവരുത്. അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഡോണ്ട് ബി ജഡ്ജ്മെൻ്റൽ. പെട്ടെന്ന് നിങ്ങൾ വിധിക്കുന്ന ഒരാളാവരുത്. അതുപോലെ കൺസിസ്റ്റൻസി നോക്കുക. പല വിഷയങ്ങളിലും ആളെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ ക്യാരക്ടേഴ്സിലേക്ക് എത്താൻ പറ്റും. പിന്നെ മറ്റൊന്നുള്ളത്, എല്ലായ്പ്പോഴും നമ്മൾ അയാളുടെ ഷൂവിനകത്ത് കയറി ചിന്തിക്കാനും കൂടെ ശ്രമിക്കണം. നമ്മൾ എൻ്റർപ്രണേഴ്സിന് സാധ്യമാണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നവരുമാണ്, നമുക്കതിൻ്റെ സൈക്കോളജി അറിയുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ആക്ച്വലി എൻ്റർപ്രണർഷിപ്പിൽ ചെയ്യുന്നത്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, അത് അപ്ലൈക്കബിൾ ആക്കി എടുക്കാൻ ശ്രമിക്കണം. അതായത് പുട്ട് യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ്. അവരുടെ ഷൂവിനകത്തൊന്ന് കയറി നിന്നിട്ട് എന്ത് ചെയ്യുക, ചിന്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കുക. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ, വിധി പറയാവൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ബിസിനസ്സിൻ്റെ പുറത്ത് അവരുടെ നാടിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവരുടെ താല്പര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്, ഒരു ഡീല് ക്ലോസ് ചെയ്യാനല്ല നമ്മളെല്ലായ്പ്പോഴും ശ്രമിക്കേണ്ടത്, ബിൽഡ് എ റിലേഷനാണ്. നിങ്ങൾക്കറിയാലോ, ബിസിനസ്സിൽ നെറ്റ്വർക്കും ട്രസ്റ്റുമാണ് ബിസിനസ്സിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര കണ്ട ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും നിങ്ങളെ ആളുകൾക്ക് എത്ര കണ്ട് ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതുമാണ്. ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്ന് എൻഗേജ് ഇൻ സ്മാൾ ടോക്സ് വിത്ത് യുവർ ക്ലയൻസ്. ക്ലയൻസ് മീൻസ് പ്രോസ്പെക്ട്സ്. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ടേം ഉപയോഗിച്ചു എന്ന് മാത്രം. സോ ആൻഡ് ദ ഫൈനൽ ഈസ്, നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുറേ വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും. എനിക്കൊരു 10-25 വർഷത്തെ ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ നിന്നും ഞാൻ 100 കണക്കിന് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരുത്തൻ വന്ന് കയറി തുടങ്ങുമ്പോഴേ ആൾ ഫ്രോഡാണോ അല്ലയോ എന്നുള്ളതിലേക്ക് എത്താൻ പറ്റും. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്തൊരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു കൃത്യമായ ഒരു ഇൻഡ്യൂഷനിലേക്ക് എത്താൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിസിനസ്സുകാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് എൻ്റെ വീഡിയോസിന് ഒട്ടുമിക്ക വീഡിയോകളും 5K to 10K വീഡിയോസിൻ്റെ, ചിലത് ലക്ഷക്കണക്കിന് വ്യൂസ് വന്ന വീഡിയോകളും കൂടെ എൻ്റെ ചാനലിലുണ്ട്. പക്ഷേ ലൈക്ക് വളരെ കുറവാണ്. നിങ്ങളൊരു സമയം, ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാവുക. ഇതിലേതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു വാസ്റ്റ് ബിസിനസ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള, ആഗ്രഹമുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.